ഇതിലെ അമ്മ എന്തോ പരിപാടിയാ അടുക്കള. നമുക്ക് എന്താ അമ്മ എന്താ പരിപാടി? എന്താ പരിപാടി? ഇത് കുറച്ച് മാമ്പഴം കറി വെക്കുക മോനെ. മാമ്പഴം ദേ കണ്ടോ, മാമ്പഴം ഇത് കുറേ അധികമുണ്ട്. ഇത് ചാച്ചൻ്റെ ഇപ്പം ചോറിന് ചാച്ചന് ഇപ്പം പൊതി കൊണ്ടുപോകുമല്ലേ, അപ്പോഴേ ചാച്ചൻ്റെ കൂട്ടുകാർക്ക് കൂടെ മാമ്പഴക്കറി ഇഷ്ടം അവർക്ക് കൂടെ കൊടുക്കാനാണ്. അപ്പം ഇച്ചിരി ഏറെ വെച്ചതാണ്. ഇതിനകത്ത് കണ്ടോ, ഇത് 2 സൈസ് മാങ്ങ വേണ്ട, സൂപ്പർ മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇത് കണ്ടോ, ഇതിനകത്ത് ഇപ്പോൾ ഉച്ചയ്ക്ക് കൊണ്ട് കൊടുക്കണം. ഇപ്പോൾ ഉച്ചയ്ക്ക് സമയമായി വരുന്നതിന് ഇല വാട്ടണം. പിന്നെ ഇതെന്താ മാങ്ങായെ, പിന്നെ ഇതിനകത്തൊരു 4-5 പച്ചമുളക് പിന്നെ അരിയിട്ടിട്ടുണ്ട് ചെറുതായിട്ട്, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി ഈ പിരിയമുളകിന്റെ പൊടി ഒരു ശകലം ചേർത്തിട്ടുണ്ട്. ഇതിനകത്തെ ഉപ്പ്, മാങ്ങ ഉപ്പ്, പച്ചമുളക്, ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് പിന്നെ ഈ പിരിയമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്താണെന്ന് അറിയാം, ഈ ഒരു നല്ല കളറ് കിട്ടും അതിന് വേണ്ടിയിട്ട്. എരിവില്ല, നമുക്ക് എരിവ് വേണ്ട. ഈ ഫോണിൽ കാണുന്നുണ്ട് നല്ല മഞ്ഞായിട്ട് തോന്നുന്നു. അല്ല, ഇതൊരു സ്വർണ്ണ കളറാണ്. ഇത് ആ മുളക് പൊടി ചേർക്കുമ്പോഴേ, ഈ പിരിയമുളക് പൊടി ചേർക്കുമ്പോഴേ ഒരു നല്ല കളറ് കിട്ടും. അല്ലാതെ എരിവിനല്ല, എരിവില്ല. പച്ചമുളക് ഫോണിൽ ലൈറ്റിന്റെ ഏതായതുകൊണ്ട് ഇത് നല്ല ഇത്. പിന്നെ പച്ചമുളക് 4 എണ്ണം, ഇവിടെ എരിവ് വേണ്ടല്ലോ നമുക്കതിനെ കുറിച്ച്. പിന്നെ ഇതിനകത്തെ പിന്നെ തേങ്ങായ ജീരകവും പിന്നെ ഒരു 5-6 ഉള്ളിയും കൂടെ മാത്രം അരച്ചതാണ് ഇത്. തേങ്ങ, ഒരു 1/2 സ്പൂൺ ജീരകം, പിന്നെ ഒരു 5-6 ഉള്ളി, ചെറിയ ഉള്ളി എല്ലാം കൂടെ അരച്ചതാണ്. അപ്പോൾ അത് ചേർക്കാൻ പോവാം. ഇത് കുറേ തേങ്ങ, ഇതൊരു ഒരു മീഡിയം സൈസ് തേങ്ങയുടെ 1/4 ഭാഗവും ഉണ്ട് ചേർത്തിട്ടുണ്ട്. മീഡിയം സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം വേണ്ട കണ്ടോ, ഇതുപോലുള്ള ഒരു തേങ്ങയുടെ പിന്നെ 1/4 ഭാഗവും എടുത്തിട്ടുണ്ട്. കുറേ ഉണ്ടല്ലോ, ഒരു 10-30 മാങ്ങയുണ്ട്. കുഞ്ഞ് 10-30 മാങ്ങയുണ്ട്. ആയി വരുന്നു. ഇല്ല, ഈ ജാറും കൂടി ഒന്ന് നമുക്കിനി ഇത് അല്ലേ അമ്മേ ആയി കഴിഞ്ഞിട്ട് കാണാം. തിളക്കിയിട്ട് കൂട്ടാ. ഇനി ഈ ജാറും കൂടി ഒന്ന് അമ്മയൊന്ന് ഈ ജാറിലെ അരപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ച് നമുക്ക് ചെറുതായിട്ട് ഒത്തിരി കുറിയിരിക്കണ്ട. മാമ്പഴക്കറി ഒരുപാട് കുറിയിരുന്നാലും കൊള്ളത്തില്ല. ഇത് കുറേ പേർക്ക് അത്യാവശ്യം കൊടുക്കാം. ഉണ്ട് കുറേ പേർക്ക്. ഉച്ചയ്ക്ക് കൂട്ടുകാർക്കൊക്കെ അവർക്ക് കൂടെ കൊടുക്കാം. അതെ, ഇത് കടുവൊക്കെ വറുത്തിടണം. ഇപ്പം കറി ഉണ്ടോ, മാമ്പഴം കറി കുറുകി വന്നപ്പോൾ ഇത്രയും പരുവമായേ. ഇതിനകത്ത് ഈ തേങ്ങയും ജീരകവും ഉള്ളി അരച്ചതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ എല്ലാവരും ചേർക്കുമെന്ന് അറിയത്തില്ല. ഇതേ ഒരു ശകല ഇത്ര ഒരു ഇഞ്ചി പീസ് ശകലുണ്ട്, ഇതിൻ്റെ പകുതി ഇഞ്ചി പീസ്, ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കും. ഈ മാമ്പഴത്തിന് ഗ്യാസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ചേർക്കുന്ന ഇത് മരുന്നാണ്. നല്ല ഉലുവ, ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ചേർക്കും. മാമ്പഴം ഒരു മരുന്ന് കറിയാണ്. മാമ്പഴം അങ്ങനെ ആർക്കും കുഴപ്പമില്ല കഴിച്ചാൽ. ഷുഗറും അങ്ങനെ അസുഖമുള്ളവരൊക്കെ ഈ മധുരം അധികം കഴിക്കത്തില്ലായിരിക്കും. അപ്പം ഈ മധുരമുള്ള മാങ്ങ, എന്നാലും കുറച്ച് ഈ ഉലുവയും ജീരകവും ഒക്കെ ചേർക്കുന്നതാണല്ലോ, പ്രോട്ടീൻ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. അല്ല, ഇത് മാമ്പഴം മാത്രം ഇട്ട് മാമ്പഴക്കറിയാണ് ഇത് മാമ്പഴം സാധാരണ ഓരോരുത്തരും മോരൊഴിച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി അങ്ങനെ എല്ലാം വെക്കും. അപ്പം ഇനി കറി കുറി ഞാൻ തീ ഓഫ് ചെയ്തേ. ഇനിയിപ്പം നമുക്ക് ഇത് കടുവ് വറക്കണം. ഇവിടെ കടുവ് വറുത്തിടുക എന്നാണ് പറയുക, ഓരോ ദേശത്ത് ഓരോ രീതി പറയുന്നത്. വറ്റൽമുളക്, പിന്നെ കുറച്ച് ഉലുവ, ഉള്ളി, കടുക്, കറിവേപ്പില ഞാൻ ധാരാളം ചേർക്കും. നമ്മുടെ കറിവേപ്പില എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ഇനി ഇതൊന്ന് വറുത്ത് ഇതിനകത്ത് ചേർക്കണം. അപ്പോൾ കടുക് താളിക്കുക എന്നാണ് ഓരോരുത്തർ പറയുന്നത്. നമ്മളിവിടെയൊക്കെ കടുക് വറുത്ത് കറിയിൽ ഒഴിക്കുക എന്നൊക്കെ പറയും, കടുക് താളിക്കുക എന്ന് പറയും. അപ്പോൾ പരുവമായി സ്റ്റവ് ഓഫ് ആക്കാം. നമുക്ക് കറിയിലോട്ട് ഒഴിക്കാം.
മാമ്പഴക്കറി റെഡി. മാമ്പഴ പുളിശ്ശേരി അല്ല, ഇത് മാമ്പഴക്കറി. നല്ല മണമല്ലേ ആ ഉലുവയുടെയും ജീരകത്തിൻ്റെയും ആ കറിവേപ്പിലയും ഒക്കെ. ആ മൂത്തതിൽ എന്നാ മണമാണ്. ചട്ടിയിൽ അങ്ങോട്ട് വെക്കിട്ട് മാറ്റി. അതാണ് മാമ്പഴക്കറി. അതിനകത്ത് തൈരൊക്കെ ചേർക്കുമ്പോൾ മാമ്പഴ പുളിശ്ശേരിയാണ് നമ്മൾ തൈരം ചേർക്കുന്നത്. പ്യുവർ മാമ്പഴക്കറി ഉണ്ടോ? ഇത് ചോറിലോട്ട് ഒഴിച്ച് ഒരു മാങ്ങയൊക്കെ ഒന്ന് എടുത്ത് ഞെവിടി. ആഹാ എന്നാ ടേസ്റ്റാണ്, വേറെ ഒരു കൂട്ടാനും വേണ്ട. അപ്പം നമ്മുടെ മാമ്പഴക്കറി റെഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു. ഇത്രയേ ഉള്ളൂ, ഒരു മാമ്പഴക്കറി. എല്ലാവരും ഇപ്പം മാമ്പഴത്തിൻ്റെ സീസൺ അല്ലേ, അപ്പം എല്ലാവരും മാമ്പഴക്കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ മാമ്പഴക്കറി വെക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ നമ്പറിൽ എക്സ്ട്രാ ഞാൻ 2 വെളുത്തുള്ളിയും ഒരു ചാലി ഇഞ്ചിയും ഒക്കെ ചേർക്കും. എല്ലാവരും ഒന്നും ചേർക്കത്തൊന്നുമില്ല, ഞാൻ ശകലം അങ്ങനെയൊക്കെ ചേർക്കും. സപ്പർ നമ്മുടെ രീതി വെച്ചിട്ട് ഞാൻ അധികത്തിൽ ചേർക്കുന്നത്. എല്ലാവരും ചേർക്കുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എല്ലാവരും ജീരകം ഉലുവ അങ്ങനെയൊക്കെ എല്ലാവരും ചേർക്കുള്ളായിരിക്കും. ശരി, നമ്മൾ നമ്മുടെ രീതിക്ക് വെച്ച് ഒന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചു. നമ്മുടെ മാമ്പഴക്കറി റെഡി. ഇതൊരു 3 ലിറ്റർ പാത്രമാണ്. ഇത് 3 ലിറ്ററുണ്ട്. ഈ പാത്രം 3 ലിറ്ററാണ്. ഇത് 3 ലിറ്ററും ഉണ്ട്. അതിനാവശ്യത്തിലെല്ലാം ചേർത്തിട്ടുണ്ട്. ഫുള്ള് കണ്ടില്ലേ, ഒരു തേങ്ങയെ ഇതിൻ്റെ 3/4 ഭാഗത്തോളം തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട്.